ഗുഡ് ഡേ ഡിയർ ഓൾ. സോ ഇന്ന് നമ്മൾ ശ്രീർഷിയുടെ നോളജ് ഗാലക്സിയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സ്പെഷ്യൽ ആയ ഒരു സബ്ജക്റ്റ് ആണ്. ആൻഡ് ദിസ് സബ്ജക്റ്റ് ഇസ് റിലേറ്റഡ് ടു അവർ ഡേ ടു ഡേ എവറി ഡേ ലൈഫ്. ആൻഡ് ദ ടോപ്പിക് ഈസ് കളർ തിയറി. കളർ തിയറി നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും. ചില കളേഴ്സ് നമ്മളെ കാം ചെയ്യും, ചില കളേഴ്സ് നമ്മൾക്ക് എനർജി തരും, ചില കളേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മൂഡ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഡ്രസ്സസ്, അതേപോലെ നമ്മുടെ സെലക്ഷൻസ് ഒക്കെ ചില സമയത്ത് ഒരു ഫേവറേറ്റിസം ടുവേർഡ്സ് എ പെർട്ടിക്കുലർ കളർ ആ ഒരു രീതിയിലേക്കും ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ചില കാര്യങ്ങൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് പോകുമ്പോൾ ചില കളേഴ്സ് മാത്രം ധരിക്കുന്നു. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ഈ മൊഡ്യൂളിനകത്ത് നമ്മൾ ഓരോ കളേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി, ആ കളേഴ്സ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, എന്തൊക്കെയാണ് ഒരു കളറിനെ നമ്മളെ എങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിതിനകത്ത് നോക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കളർ വീൽ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ കളർ വീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രൽ ആൻഡ് ബേസിക് കളേഴ്സ് ഫ്രം ദ റെയിൻബോ വിബ്ജിയോർ കളേഴ്സ് എടുത്ത് അതിൻ്റെ ഷെയ്ഡ്സും അതിൻ്റെ റൂസും വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു വീലാണ് കളർ വീൽ. അപ്പോൾ ഈ കളർ വീലിന് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കളർ വീൽസ് ഉണ്ട്. ദ ബേസിക് കളർ വീലിൽ ഒരു കളർ പ്ലേസ് ചെയ്തേക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അഥവാ അനലോഗസ് ആയിട്ട് വരുന്ന ഒരു കളറാണ് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയും. സോ ഈ കളേഴ്സ് തമ്മിൽ ഇഴചേർന്ന് പോകും. സോ കളർ വീലിനോട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കളർ തിയറി യൂസ് ചെയ്യുന്ന പാർട്ടാണ് ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ കളർ തിയറി ഒരു നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ചില കളേഴ്സിന് പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ലോട്ട്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വളരെ കോമൺ ആയ കളറാണ് ബ്ലൂ എന്ന് വെച്ചാൽ വളരെ കാമിങ് കളർ എന്ന് പറയപ്പെടുന്ന ഒരു കളറാണ്. അതായത് ഫ്രണ്ട്ലി, കാമിങ്, ന്യൂട്രൽ എന്നൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ ബ്ലൂവിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ബ്ലൂവിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ബ്ലൂവിൻ്റെ ഹ്യൂ അഥവാ ബ്ലൂവിൻ്റെ വൈബ്രൻസി കുറഞ്ഞ് വരും തോറും അതിനൊരു കോൾഡ് കളറായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. അതായത് കൂടുതലും ഒരു സാഡ് കളറായിട്ടും ഇമോഷൻലെസ് കളറായിട്ടും അതിൻ്റെ വൈബ്രൻസി കുറയും തോറും ബ്ലൂവിനെ ഒരു ഐസ് അഥവാ കോൾഡ് എന്നുള്ള രീതിയിലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വൈബ്രൻ്റായി കാണപ്പെടണമെങ്കിൽ വളരെ റിച്ച് ആൻഡ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അടുത്ത കളർ റെഡാണ്. റെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദ കളർ ഓഫ് ഡേഞ്ചർ, അല്ലെങ്കിൽ ദ കളർ ഓഫ് അട്രാക്ഷൻ, ദ കളർ ഓഫ് ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ്, ആങ്കർ തുടങ്ങിയ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കളറാണ് റെഡ്. പക്ഷെ റെഡിന് അങ്ങ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം റെഡ് ഇസ് എ കളർ ഓഫ് എനർജി ആൻഡ് വൈബ്രൻസി. റെഡ് നമ്മൾക്കൊരാളെ അട്രാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വലിയ സദസ്സിനെ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഡ് ധരിക്കാം. റെഡ് വളരെ ലൗഡായ ഒരു കളറാണ്. നമ്മളെ ഒരുപാട് എടുത്തു നിർത്തുന്ന, നമ്മുടെ കോൺഫിഡൻസിനെ, അതുപോലെ നമ്മുടെ ബോൾഡ്നെസ്സിനെയൊക്കെ ഒരുപാട് എൻഹാൻസ് ചെയ്യുന്ന ഒരു കളറാണ് റെഡ്. അപ്പോൾ ബ്ലൂ, റെഡ്. പിന്നെ നമ്മൾ പറയുന്നത് നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് കളേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരാളുടെ ഫ്രണ്ടിൽ അപ്പീൽ ചെയ്യണം, കൺവിൻസ് ചെയ്യണം. ഇന്നസെൻസ് ആണ് നമ്മൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ നമ്മുടെ ഇന്നസെൻസ് ആണ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ വൈറ്റ് ധരിക്കുന്നത് നല്ലതാണ്. വൈറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് പ്യൂരിറ്റി, ഇന്നസെൻസ്. അതുപോലെ അങ്ങനെ ചില സബ്റ്റൈലായ, ന്യൂട്രലായ, ഫെമിനൈൻ ഇമോഷൻസിനെ കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കളറാണ് വൈറ്റ്. അപ്പോൾ ഇനി നമ്മുടെ കളർ വരുന്നത് പേർപ്പിൾ ആണ്. പേർപ്പിൾ, വയലറ്റ്, ലൈലാക്ക്, ലാവൻഡർ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ഡിഫറെൻറ്റ് ഹ്യൂസ് ഓഫ് ദാറ്റ് കളർ. ആ കളറിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലക്ഷറി, അതേപോലെ റിച്ച്നെസ്, അതേപോലെ അരിസ്റ്റോക്രസി, പോഷ്നെസ് ഒക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് കളറാണ് ഈ പറയുന്ന പേർപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾക്ക് പവർഫുൾ ആയിട്ട് കാണപ്പെടണമെങ്കിൽ ബ്ലാക്ക് ധരിക്കാം.
നമ്മൾ അപ്പീലിംഗ് ആവണമെന്നുണ്ടെങ്കിൽ റെഡ് ധരിക്കാം. അങ്ങനെ ഈ പറയുന്ന 3 കളേഴ്സ്, ഇപ്പോൾ ബ്ലൂ, വൈറ്റ്, പേർപ്പിൾ, റെഡ്, ബ്ലാക്ക്, ഇതിത്രയുമാണ് പൊതുവേ നമ്മൾ കാണപ്പെടുന്ന കളേഴ്സ്. ഇനി ലൈക്ക് ഉപയോഗിക്കാൻ ആൾക്കാരൊന്നും മടിക്കുന്ന ചില കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓറഞ്ച് ലൈക്ക് മിക്കവാറും ഉള്ള ആൾക്കാരൊന്നും മടിക്കുന്ന കളറാണ് ധരിക്കാൻ വേണ്ടി. പക്ഷേ ഓറഞ്ച് ഇസ് എ വെരി ഫ്രണ്ട്ലി കളർ. നിങ്ങൾ ഓറഞ്ച് ധരിച്ച് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓറഞ്ച് ധരിച്ച് ഒരു ഗ്രൂപ്പിലേക്ക് കയറിപ്പോയാൽ നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് പെർസീവ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഗ്രീൻ ഈസ് എ വെരി നാച്ചുറൽ കളർ. ബ്രൗൺ ഈസ് എ നാച്ചുറൽ കളർ. ബ്രൗൺ, ചോക്ലേറ്റ്, അതുപോലെ വുഡി കളേഴ്സ്, നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ്, എർത്ത്ലി കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ നേച്ചറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്ന് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കളേഴ്സാണ് ഈ പറയുന്ന വുഡി നാച്ചുറൽ കളേഴ്സ്. യെല്ലോ ഈസ് എ കളർ വിച്ച് ഹെൽപ്സ് ടു ഹൈലൈറ്റ് യുവർ സെൽഫ്, വിച്ച് സാധാരണ ആൾക്കാർ ഒരുപാട് എടുത്ത് യൂസ് ചെയ്യാത്ത ഒരു നല്ല ഭംഗിയുള്ള കളറാണ് യെല്ലോ. സൺ ഡ്രസ്സസ് ഒക്കെ ധരിക്കുന്നതിൽ നമ്മൾ കൂടുതൽ അപ്പീലിംഗ് ആയിട്ടും കൂടുതൽ ഓപ്പൺ ആയിട്ടും കൂടുതൽ ഫ്രീ വിൽഡ് ആയിട്ടും കാണിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിങ്ക് ഇസ് ദ കളർ ഓഫ് ലവ് ആൻഡ് പിങ്ക് ഇസ് ദ കളർ ഓഫ് ഇന്നസെൻസ്, ഫെമിനിറ്റി ഒക്കെ കാണിക്കുന്ന ഒരു കളറാണ് പിങ്ക്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കളർ അട്രാക്ഷൻ്റെ ഒരു കളർ എന്ത് സിഗ്നിഫൈ ചെയ്യുന്നു, ഒരു കളർ എന്ത് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷനാണിത്. കളേഴ്സ് യൂസ് ചെയ്ത് നമ്മളുടെ ഇമോഷൻസിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു പ്രത്യേകതരം കൾച്ചർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും അതിങ്ങനെ വൈഡ്ലി യൂസ്ഡായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. നമ്മൾ ലൈക്ക് നമ്മുടെ കീബോർഡോ എന്താണെങ്കിലും അതെടുത്ത് നമ്മളുടെ ഇമോജി ഐക്കൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, പല ഇമോജീസിനും ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ദ ആങ്കർ ഇമോജി വിൽ ഹാവ് ദ റെഡ് കളർ, ദ ജെലസ് ഓർ ദ ഡിസ്ഗസ്റ്റഡ് ഇമോജി വിൽ ബി ഹാവിങ് ദ ഗ്രീൻ കളർ. പിന്നെ അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ച് കോൾഡ് ആണെങ്കിൽ ഒരു ബ്ലൂ കളർ ഇമോജി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എംബാരസ്ഡ് ആണെങ്കിൽ ലൈക്ക് 2 കവിളത്തും ഓരോ റെഡ് ഡോട്ട് വന്നിട്ടുള്ള ഒരു ഇമോജിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയിലൂടെ അവർ സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻസിനെ സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. റെഡ് ഈസ് എന്തുകൊണ്ടോ എപ്പോഴും സ്റ്റീരിയോടിപ്പിക്കലി യൂസ്ഡ് ഫോർ ആങ്കർ ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ്. പക്ഷേ റെഡ് എപ്പോഴും ആങ്കറും നെഗറ്റീവ് ഇമോഷൻസും മാത്രം സിഗ്നിഫൈ ചെയ്യണമെന്നില്ല. റെഡ് ഇസ് എ ലൈക്ക് കളർ ഓഫ് പവർ ആൻഡ് റെഡ് ഇസ് എ കളർ ഓഫ് അട്രാക്ഷൻ. പിന്നെ ബ്ലൂ പറയുന്നത് പോലെ തന്നെ വളരെ എല്ലാ കളേഴ്സിനും 2 സൈഡ്സ് കാണാൻ പറ്റും. ഒരു കോയിൻ്റെ 2 പാർട്ട് പോലെ. നമ്മൾ എന്തിനെ എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും കളേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് പുറത്ത് വരുന്നത്. സോ ഗ്രീൻ ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ജലസി ആൻഡ് ഡിസ്ഗസ്റ്റ്. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ബ്രൗൺ ഈസ് എ കളർ ഓഫ് ഡെത്ത്. വളരെ പതുക്കെ ഒരു എന്താ പറയുക, സംഭവം ക്ഷയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം ഡീക്കേ ആവുമ്പോഴോ ഡിസിൻറ്റഗ്രേറ്റ് ആവുമ്പോഴോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കളറാണ് ബ്രൗൺ. ബ്ലാക്ക് ഇസ് നോട്ട് ദ കളർ ഓഫ് ഈവിൾ, ബ്ലാക്ക് ഇസ് നോട്ട് ദ കളർ ഓഫ് ഡെത്ത്. ഇങ്ങനെ അതും സിഗ്നിഫൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡാർക്ക്നെസ്സിനോട് ബ്ലാക്കിനെ പറ്റി പറയാനാണെങ്കിൽ അതൊരു വളരെ വാസ്റ്റ് ടോപ്പിക് ആയിരിക്കും. അപ്പോൾ ഡാർക്ക്നെസ്സിനോട് അസോസിയേറ്റ് ചെയ്ത് മാത്രമാണ് ബ്ലാക്കിന് ഒരു നെഗറ്റീവ് കളർ എന്ന് പറയപ്പെടുന്നത്. ബ്ലാക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് കളർ അല്ല. അത് നമ്മളുടെ പെർസെപ്ഷൻ പോലെ ഇരിക്കും. പെർസ്പെക്റ്റീവ് മാറുന്ന അനുസരിച്ച് ബ്ലാക്കിൻ്റെ യൂസേജ് മാറും. വളരെ പോസിറ്റീവായ, ബോൾഡായ, റിച്ചായ ഒരു കളർ കൂടിയാണ് ബ്ലാക്ക്. സോ നമ്മൾ നമ്മുടെ ഡ്രസ്സസൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ കളേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആലോചിക്കുന്നതിലൂടെ നമുക്ക് അതിനൊരു യൂസ് കണ്ടെത്താൻ കഴിയും. വേൾഡ് ഈസ് കളർഫുൾ അല്ലേ? എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.